ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പ്രോട്ടീനൊക്കെ അടങ്ങിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അടദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പച്ചരി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് 1/4 ഗ്ലാസ്സാണ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് മസൂർ ഡാലാണ്, അല്ലെങ്കിൽ ചുവന്ന പരിപ്പ്. ഇത് 1/4 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് തുവരപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തുവരപ്പരിപ്പും കടലപ്പരിപ്പും ഉണ്ടെങ്കിൽ രണ്ടും നിങ്ങൾക്ക് ചേർക്കാം, 1/4 ഗ്ലാസ് വീതം. ഞാനിപ്പോൾ തുവരപ്പരിപ്പ് 1/2 ഗ്ലാസ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ 1 ഗ്ലാസിൻ്റെ അളവിനാണ് എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഏകദേശം നമുക്കൊരു 30 ദോശ വരെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലെല്ലാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് നമുക്കൊരു 3 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 15 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുറച്ചെടുക്കാം. ഞാനിപ്പം അത്യാവശ്യം എരിവോടുകൂടി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/4 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കായത്തിൻ്റെ ടേസ്റ്റൊക്കെ കുറച്ച് എടുത്ത് നിൽക്കുന്നത് നല്ലതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, ഒരു നല്ല ഫ്ലേവറൊക്കെ കിട്ടും. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ അടദോശയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഞാനിതൊരു രാത്രി വെച്ചതിന് ശേഷം രാവിലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഒരു പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ആവശ്യാനുസരണം. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദോശ ചുടുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ചമ്മന്തി കൂടി പെട്ടെന്നൊന്ന് അരച്ചെടുക്കാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് തേങ്ങ ചെരുകിയതും ആവശ്യത്തിന് കറിവേപ്പിലയും 7-8 ചെറിയ ഉള്ളിയും 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കശ്മീരി മുളക് പൊടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കടുക് വറുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കറിവേപ്പില ഇടുന്നില്ല, അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കറിവേപ്പില ഇനി ഇടുന്നില്ല. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് തവി ഒന്ന് എടുത്തു വെച്ച് നോക്കാം. അപ്പോൾ തവിയിലൂടെ ആവി പറക്കുമ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടില്ല. ഇനി ഒന്നുകൂടി ഒരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആവി പറക്കുന്നത് കണ്ടില്ലേ? ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ദോശക്കല്ല് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണയാണ് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അടദോശ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് ഒരു തവി ദോശമാവ് ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ സ്പൂൺ നല്ലെണ്ണ കൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്കും മറ്റേ സൈഡ് നമുക്ക് മറിച്ചിടാം. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള അടദോശ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കൂടി നമുക്ക് ചുട്ടെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചട്നി കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കൂടി കാണിച്ചു തരാം.
എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നത് പങ്കജവലി ചേച്ചിയാണ്. അപ്പോൾ പങ്കജവലി ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ ഈ റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.